ഓർക്കപ്പുറത്ത് തിരിച്ചടി ഉണ്ടായി. അതിനെ അങ്ങനെ തന്നെ കാണണം. കണ്ടാൽ മാത്രം പോരാ, യഥാർത്ഥ ബോധത്തോടു കൂടി അതിനെ വിലയിരുത്തണം. എന്തുകൊണ്ടിതുണ്ടായി എന്ന് പരിശോധിക്കണം. സമരബോധങ്ങൾ മണ്ണല്ലേ, നേമത്തെ മണ്ണ്. അവിടെ എല്ലാം BJPയുടെ MLA ഉണ്ടാകുന്നു. അത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് അതിൻ്റെ ആപത്തിനെപ്പറ്റി നല്ലവണ്ണം ചിന്തിക്കണം. ഇടതുപക്ഷത്തിൻ്റെ തിരിച്ചുവരവിൻ്റെ പ്രാധാന്യം പറയുമ്പോൾ അതും പ്രാധാന്യം അറിയുന്നത് തന്നെയാണ്. അതുകൊണ്ട് നിശ്ചിതമായ സ്വയംവിമർശനം വേണം. നിശ്ചിതമായ തിരുത്തൽ കൂടിയേ തീരൂ. ആ തിരുത്തലിൽ നമ്മൾ ഒരു കലവറയും വയ്ക്കാൻ പാടില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വളരെ അപ്രതീക്ഷിതമായ എന്ന് തന്നെ പറയട്ടെ ഒരു പരാജയം ഉണ്ടായി. എങ്ങനെ കാണുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ? ബൈജു പറഞ്ഞല്ലോ, തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. ആ പ്രയോഗം വളരെ ശരിയാണ്. നമ്മളാരും കണ്ടില്ല, LDF ആരും കണ്ടില്ല ഈയൊരു ഫലം. എത്ര മോശമായാലും കേവല ഭൂരിപക്ഷം കിട്ടും എന്നുവെച്ചാൽ 70+. അത് 75-80 ആകാമെന്നൊക്കെ പറഞ്ഞവരുണ്ട്. പക്ഷേ 70+ വോട്ടോടുകൂടി LDFൻ്റെ മൂന്നാമത്തെ ഭരണം വരുമെന്നായിരുന്നു LDFൻ്റെ ഭാഗമായി പ്രവർത്തിച്ച എല്ലാവരുടെയും വിശ്വാസം. അതല്ല ഉണ്ടായത്. LDFൽപ്പെട്ട ആരും കാണാത്ത പോലെയുള്ളൊരു വളരെ വ്യത്യസ്തമായ ജനവിധി ഉണ്ടായി. പക്ഷെ ഒരു പരാജയം ഉണ്ടാകുമ്പോഴത്തേക്കും അതിന് മുമ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലൊരു പാർട്ടിയോ ഇടതുപക്ഷമോ സ്തംഭിച്ചു നിൽക്കാൻ പാടില്ല. മാറത്തടിക്കാനും നിലവിളിക്കാനുമുള്ള സമയമല്ല ഇത്. ഇടതുപക്ഷമാക്കുന്ന ഗുണങ്ങളിലൊന്ന് ഒരു പ്രതിസന്ധി ഉണ്ടായി, ഓർക്കപ്പുറത്ത് തിരിച്ചടി ഉണ്ടായി. അതിനെ അങ്ങനെ തന്നെ കാണണം. കണ്ടാൽ മാത്രം പോരാ, യഥാർത്ഥ ബോധത്തോടു കൂടി അതിനെ വിലയിരുത്തണം. എന്തുകൊണ്ടിതുണ്ടായി എന്ന് പരിശോധിക്കണം. ആ പരിശോധന നിശിതമായിരിക്കണം. ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നിശിതമായിട്ട് ചെയ്യണം. അതിൻ്റെ വെളിച്ചത്തിൽ ആവശ്യമായിട്ടുള്ള തിരുത്തൽ വേണം, തിരുത്തേണ്ട മാറ്റങ്ങൾ വേണം. അത് വേണം. അങ്ങനെ വേണം മുമ്പോട്ട് പോകാൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉറപ്പായിട്ട് അറിയാം മുമ്പോട്ടേ പോകാൻ പറ്റൂ. ഇവിടെ നിൽക്കാൻ പറ്റില്ല, പുറകോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പുതിയ ഒരുപാട് പ്രവണത കാണാതിരിക്കാൻ പാടില്ല. വലതുപക്ഷക്കാറ്റ് ശക്തിപ്പെടുന്നു. വീണ്ടും ആസാമിൽ അവർ വീണ്ടും ഭരണം പിടിച്ചു, 3-ാം ഊഴം. ബംഗാളിൽ എന്തെല്ലാം കുറവുണ്ടെങ്കിലും തൃണമൂലിനെ തൂത്തെറിഞ്ഞുകൊണ്ട് തന്നെ എന്ന് പറയാം. അവിടെയും BJP ഭരിക്കാനിരുന്നു. ബംഗാളൊരു വെറും സംസ്ഥാനമല്ല, കേരളത്തെ പോലെ തന്നെ ഒരു ഇടതുപക്ഷ സംസ്കാരമുള്ള മണ്ണാണത്. ആ മണ്ണിൽ നമ്മളെ തോൽപ്പിച്ച് ആദ്യം ജയിച്ചത് തൃണമൂൽ കോൺഗ്രസ്. ആദ്യം BJP ഭാഗത്തെല്ലാം ചാഞ്ഞു പോയെങ്കിൽ പോലും പിന്നീട് BJPക്ക് എതിരായി പലപ്പോഴും തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയും സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്, പല കാരണങ്ങളാലും. ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ അവർ BJPക്കെതിരായ രാഷ്ട്രീയം പറയുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയെ സമ്പൂർണ്ണമായും തോൽപ്പിച്ചാണ് അവിടെയും BJP പിടിമുറുക്കുന്നത്. പിന്നെ പുതുച്ചേരി സംസ്ഥാനം ചെറുതാണെങ്കിൽ പോലും അവിടെയും ജയിച്ചു അവർ. ഇടതുപക്ഷത്തിൻ്റെ എക്കാലത്തെ ബന്ധമാണ് DMK. DMK മാത്രമല്ല, അതിൻ്റെ ആശയമുണ്ട് DMKയ്ക്ക്. അത് വേറൊരു പാർട്ടിയല്ലത്. ആ പാർട്ടിക്കൊരു പ്രത്യയശാസ്ത്രമുണ്ട്. ദ്രവിഡിയൻ രാഷ്ട്രീയത്തിൻ്റെ പാതയാണ് ആ പാർട്ടി ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നത്. ആ DMKയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കമ്മ്യൂണിസ്റ്റുകാരെയും ആ പാർട്ടിക്ക് അറിയാം, ബഹുമാനിക്കുന്നുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, സഖാവ് നല്ല കണ്ട് മരിച്ച അന്ന് സ്റ്റാലിൻ അവിടെ എത്തിയിട്ട് തലേന്ന് ആശുപത്രി വന്ന് പോയി, പിറ്റേന്ന് വീണ്ടും പാർട്ടി ഓഫീസിലേക്ക് വന്നു. മൃതദേഹം എടുക്കാൻ നേരത്ത് വെച്ച് കുറച്ച് നിമിഷങ്ങൾ നോക്കി നിന്നു ആ മുഖത്തേക്ക്. എന്നിട്ട് ഏതോ ഒരു ഉൾപ്രേരണ പോലെ ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചു, വീര വണക്കമെന്ന്. അതൊരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മനസ്സുള്ളവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പേരും അതാണല്ലോ. അതെ, അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് ഞാൻ പറയുമല്ല, പക്ഷേ ആ മനസ്സിൻ്റെ പ്രത്യേകത വായിക്കാൻ പറ്റും. ആ ഒരു ബന്ധമാണത്. ആ ബന്ധം പാലിച്ചൊരു പാർട്ടിയാണ് DMK. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി തർക്കമൊക്കെ ഉണ്ടായിട്ടുണ്ട്.
ആ തർക്കമെല്ലാം ഉള്ളപ്പോഴും ഡി എം കെയുടെ രാഷ്ട്രീയത്തിൻ്റെ അടിയിൽ എവിടെയോ കിടക്കുന്നുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റ് അഭിമുഖ്യത്തിൻ്റെ ചെറിയ നിഴലുകളെങ്കിലും ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല 67 മുതൽ നമുക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. നല്ല ബന്ധമുണ്ട്. പിണങ്ങിയപ്പോഴും ബന്ധമുണ്ട്, അതെ, സ്നേഹിച്ചപ്പോഴും ബന്ധമുണ്ട്. അതെ, ഇപ്പോഴും പത്രമായിട്ട് നമ്മൾ അവരെയും കാണുന്നു, അവർ നമ്മളെയും കാണുന്നു. ആ ഭരണം പോയത് മാത്രമല്ല, ഡി എം കെക്ക് പരാജയമുണ്ടായി. അതെ. ഇന്നലെ വന്ന ഒരു പാർട്ടി അവിടെ യാതൊരു രാഷ്ട്രീയമില്ല, മേൽക്കൈ നേടി. യാതൊരു രാഷ്ട്രീയം ഞാനൊന്നും പറയുന്നില്ല, മുൻവിധിയോടെ ആ പാർട്ടിയെ പറ്റി ജഡ്ജ് ചെയ്യുന്നില്ല. അല്ല, നമുക്ക് ഈ 2 വർഷത്തെ കാലത്തെ വെച്ച് അറിയാം. നാളത്തെ രാഷ്ട്രീയത്തിൽ ചിലപ്പോൾ എനിക്കറിയില്ല എങ്ങനെയൊക്കെയാണെന്ന്. ബി ജെ പിക്ക് പാർട്ടി നിൽക്കുമോ, അല്ലെങ്കിൽ ബി ജെ പി അവർ വിഴുങ്ങുമോ, അങ്ങനെയൊക്കെയുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. അത്തരം പാർട്ടിക്ക് എല്ലാ പ്രശ്നമുണ്ട്. അവർക്ക് ആർക്കും വിഴുങ്ങാം, ആർക്കും പാർട്ടിലാക്കാം, കേസുകളിടാം, അതൊക്കെ ചെയ്യാം. എന്തായാലും ശരി, അങ്ങനെ ഒരു പാർട്ടി വന്നിരിക്കുന്നു. ഇതൊന്നും ചെറിയ കാര്യങ്ങളല്ല. ഇതിൻ്റെ എല്ലാം സൂചന വ്യക്തമാണ്. വലതുപക്ഷം വീണ്ടും ശക്തിപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, വലതുപക്ഷത്തിൻ്റെ അടിയിലുള്ള സാമ്പത്തിക താല്പര്യങ്ങൾ, കോർപ്പറേറ്റ് രാഷ്ട്രീയത്തിൻ്റെ മേധാവിത്വം, വർഗീയവാദത്തിൻ്റെ ഏറ്റവും മുരത്ത രൂപമായിട്ടുള്ള ഫാസിസ്റ്റ് ആശയങ്ങളുടെ ഒരു പാർട്ടി, അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പിടിമുറുക്കുകയാണ്. ആ ചുറ്റുപാടിലാണ് കേരളത്തിലെ പരാജയമുണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മുടെ സേവ മത്സരത്തിൻ്റെയും തിരുത്തലിൻ്റെയും തിരിച്ചുവരവിൻ്റെയും ശക്തിപ്പെടലിൻ്റെയും എല്ലാ ആവശ്യകത തീർച്ചയായിട്ടുമുണ്ട്. ഈ ദേശീയ പശ്ചാത്തലത്തിൽ പ്രധാനപ്പെട്ട ഒരു കടമയായിട്ടത് മാറണം. അത്യന്തരമായിട്ടും അതേപ്പറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇടതുപക്ഷം ചിന്തിച്ചേ തീരൂ. ചിന്തിച്ചില്ലെങ്കിൽ അതൊരു ഹിസ്റ്റോറിക്കൽ മിസ്റ്റേക്ക് ആയിരിക്കും. ആ മിസ്റ്റേക്ക് ഉണ്ടാകാൻ പാടില്ല. പാർട്ടി അത് ചെയ്യും. ഇപ്പോൾ പിന്നെ ആത്മവിമർശനത്തിൻ്റെ കാര്യം പറഞ്ഞു. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, എല്ലാ കാലവും പാലിച്ചു പോന്നിരുന്ന ഒരു കാര്യവുമാണ്. പണ്ട് 1957-ലും അതിനുശേഷം നടന്ന 1960-ലെ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ്, അന്നത്തെ പാർട്ടി നേതൃത്വത്തിന് ഇത്തരമൊരു തോൽവിയോ അല്ലെങ്കിൽ വിജയമോ മുൻകൂട്ടി ഒരു കാണാൻ കഴിയുമായിരുന്നു. അങ്ങനെയുള്ള ജനങ്ങളുടെ ഒരു വികാരം കാണാൻ പറ്റുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പോൾ നമുക്കത് അത്തരം ഒരു കാര്യം കമ്മ്യൂണിസ്റ്റുകാർക്കത് പറയാൻ പാടില്ല? എല്ലാം മുൻകൂട്ടി കാണുന്ന യന്ത്രവും നമ്മുടെ കയ്യിലില്ല. എന്നാൽ ഒരു ബന്ധമുണ്ടായിരുന്നു ജനങ്ങളുമായിട്ട്. അതാണ് ഞാൻ വരെയുള്ള ഗ്രാസ് റൂട്ട് വരെയുള്ള ഒരു ബന്ധമുണ്ടായിരുന്നു. ജനങ്ങളുടെ ഏറ്റവും താഴെയുള്ളവരുടെ ചിന്തകൾ എങ്ങനെയാണ്, അവരുടെ പൾസ് എന്താണ്, ഇതറിയാമായിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ട്, എം എൻ ഗോവിന്ദൻ പറഞ്ഞു 57-ൽ നമ്മൾ ഭരിക്കാൻ പോവുകയാണെന്ന്. ജനകീയത്തിന് വേണ്ടി ചർച്ച നടക്കുമ്പോഴത്തേക്കും ജനകം പോലൊരു പത്രം ആരംഭിക്കാൻ ഇപ്പോൾ തയ്യാറാണ്. നമ്മൾ സാമ്പത്തികമായിട്ട് ശേഷിയുണ്ടോ പാർട്ടിക്ക്? ഒരു പത്രം ഉണ്ടല്ലോ, വടക്ക് ദശാഭിമാനി, തെക്കൊരു പത്രം ഇപ്പോൾ ആരംഭിക്കണോ? ഈ ചോദ്യം കൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എം എൻ തറപ്പിച്ച് പറഞ്ഞു, ദശാഭിമാനി മാത്രം പോരാ, അതോട് മതിയാകില്ല, തെക്കുന്നൊരു പത്രം വരണം. നമ്മൾ കേരളം മുഴുവനും കവർ ചെയ്യണം. അവിടെ ദശാഭിമാനി, ഇവിടെ ജനീകം. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശബ്ദം എന്നും രാവിലെ സംസ്ഥാനം മുഴുവനും കേൾക്കണം. ഈ വാദത്തിൻ്റെ ഇടയിൽ അദ്ദേഹം പറഞ്ഞു, ഒന്നുറപ്പിച്ചു, നമ്മൾ കേരളം ഭരിക്കാൻ പോകുന്ന പാർട്ടിയാണ്. അപ്പോൾ ആര് ചോദിച്ചു എന്തെന്ന്? ദൂരെയൊന്നുമല്ല, ഈ വരാൻ പോകുന്ന ഇലക്ഷനിൽ നമ്മൾ ജയിക്കാൻ പോവുകയാണ് എന്ന് പറയുന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അത് വെറുതെ ഉണ്ടായതല്ല, ജനങ്ങളുടെ മനസ്സ് വായിച്ച ബന്ധമാണത്, അറിവാണത്, അതിൻ്റെ പ്രഖ്യാപനമാണത്. അത് പാർട്ടിക്കുണ്ടായിരുന്നു. പക്ഷെ പരാജയത്തെ എല്ലാം പാർട്ടി എപ്പോഴും ഇങ്ങനെ കടുകട വ്യത്യാസം കൂടാതെ മുൻകൂട്ടി കൊണ്ടെന്ന് പറഞ്ഞാൽ, ഞാൻ 1960-ലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ തോറ്റുപോകാൻ പോകുന്നു എന്ന് നേരിട്ട് തന്നെ എം എൻ ഗോവിന്ദനാർക്കും എ കെ ഗോപാലിനും അവർ രണ്ടുപേരും പറഞ്ഞിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്, കണ്ടവരുണ്ട്. അതുകൊണ്ട് അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല. അതൊക്കെ ഞാനതല്ല ഉദ്ദേശിച്ചത് ഈ ഒരു തോൽവിക്ക് ആസ്പദമായ കാരണങ്ങൾ ജനങ്ങളുടെ ഉള്ളിൽ കിടപ്പുണ്ട് എന്നുള്ളത് അടിസ്ഥാനവർഗം, അടിത്തറയിലുള്ള ഒരു പാർട്ടിയുടെ ഘടകങ്ങൾ, അതായത് കമ്മ്യൂണിസ്റ്റ് CPI മാത്രമല്ല, ഞാൻ പറഞ്ഞ ഒരു മുന്നണിയിലെ ഒക്കെ അത് അറിയണ്ടേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. താത്വികമായിട്ട് അറിയണം. പക്ഷെ ഇന്നത്തെ ഒരു കാലാവസ്ഥയിൽ നമുക്ക് വേണ്ടത്ര അത് അറിയാൻ കഴിയുന്നില്ല. അത് വീഴ്ചയാണെങ്കിൽ ആ വീഴ്ച നമുക്ക് കൊണ്ടുപോകും. ആ വീഴ്ചയും നമുക്ക് മറികടന്നേ പറ്റുള്ളൂ. പക്ഷെ ഒന്നുറപ്പിക്കാം, അങ്ങനെ ഒരു മനസ്സ് അറിയും യന്ത്രമൊന്നും എവിടെയില്ല. ജനങ്ങളുടെ മനസ്സ് വായിക്കാൻ പഴയതിനേക്കാളും പ്രയാസമായിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രയാസമെല്ലാം ഉള്ളപ്പോഴും അവരുമായിട്ട് ദൈനംദിന ബന്ധമുള്ള പാർട്ടിക്ക് അതെല്ലാം വായിക്കാനും അറിയാനും കഴിയേണ്ടതാണ്. അതിലേക്ക് നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എപ്പോഴും ബോധ്യമുണ്ട്, ജനബന്ധം വീണ്ടും ഉറപ്പിച്ചെടുക്കണം നമ്മളെല്ലാ തലങ്ങളിലും. നമ്മുടെ പാർട്ടി അതേപ്പറ്റി സ്ട്രോങ് ആയി പറഞ്ഞ പാർട്ടിയാണ്. ഏറ്റവും
വ്യക്തതയോടെ പാർട്ടി പറഞ്ഞു, അതിന് പുതുച്ചേരി പാർട്ടി കോൺഗ്രസിൽ വെച്ച് റീകണക്ട് വിത്ത് ദ പീപ്പിൾ എന്ന്. അതെ, ഞാൻ എൻ്റെ ഒരു പാർട്ടി ലൈഫിൽ കേട്ട അടുത്ത കാലത്ത് ഏറ്റവും നല്ല സ്ലോഗൻ അതാണ്. യാഥാർത്ഥ്യബോധമുണ്ട്, സ്വയംവിമർശനമുണ്ട്, എല്ലാം ഉണ്ട്. ആ വാക്കിൽ റീകണക്ട് എന്ന വാക്ക് വളരെ ശരിയാണ്. കണക്ഷൻ അറ്റുപോയിരിക്കുന്നു എന്ന് സമ്മതിക്കുന്ന പാർട്ടി. അതുകൊണ്ട് വി ഹാവ് ടു റീകണക്ട് എന്ന് പറഞ്ഞ കാഴ്ചപ്പാടിനെ ഞാൻ എപ്പോഴും വളരെ ആദരവോടെ കാണുന്നൊരു സഖാവാണ് ഞാൻ. അതിൻ്റെ ആവശ്യകത വളരെ വലുതാണ്. ഇത് വീണ്ടും ഉറപ്പിച്ചു പറയുന്നു, അത് വേണം. ജനങ്ങളുമായുള്ള ബന്ധം കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇനിയും ശക്തിപ്പെടുത്തിയേ തീരൂ. അവരുടെ മനസ്സ് വായിക്കാനും അവർക്കൊപ്പം ജീവിക്കാനും അവരുടെ കൂടെ നടക്കാനും സമരം ചെയ്യാനും സംഘടന കെട്ടിപ്പടുക്കാനും എല്ലാം ഉള്ള കർത്തവ്യങ്ങളിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റുകാരെ പോലെ പോകണം. ഇടതുപക്ഷക്കാരെ പോലെ പോകണം. അതെ, നമ്മൾ ഈ ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെന്നൊക്കെ പറയുമ്പോൾ കൽപ്പിക്കുന്ന ഒരു എന്താ പറയുക, ഒരു വലിയ പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ ഒരു പാവനത്വമുണ്ട് അല്ലേ? അതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം. ഇത് പഴയ കമ്മ്യൂണിസ്റ്റുകാരെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് ഉള്ളൊരു പാർട്ടി കമ്മിറ്റ്മെൻറ്റ്, ഒരു കേഡറുകളെ അവരുടെ ഒരു ആത്മാർത്ഥതയൊക്കെ പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്ന് ഇപ്പോൾ ഒരാൾ രാജിവെച്ച് പോകുമ്പോൾ ഈ ചെറിയ താൽക്കാലിക ലാഭത്തിന് വേണ്ടി പോവുക, ഒരു ഇലക്ഷന് മത്സരിക്കാൻ വേണ്ടി സീറ്റ് കിട്ടാതിരിക്കുമ്പോൾ പോവുക, അല്ലെങ്കിൽ നേരെ ചെന്ന് BJP പോലുള്ള ഒരു പിന്നെ എന്താ പറയുക ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ ചേരുക, ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നത്? ഒരു രാഷ്ട്രീയവൽക്കരണം നടക്കുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയവൽക്കരണം നടക്കാത്തതിൻ്റെ ഭാഗമാണോ? നമുക്ക് എളുപ്പത്തിൽ പറഞ്ഞു പോകാം, അത് കാലത്തിൻ്റെ മാറ്റമാണത്. ആ മാറ്റത്തിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ആശയ ഫാക്ടേഴ്സ് തുടങ്ങുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരെ അവർക്ക് ചിലതൊക്കെ അചിന്ത്യമായിരുന്നു. പാർട്ടിക്കകത്ത് വിമർശനം ഉണ്ടാകാം, പാർട്ടിയെ വിമർശിക്കകത്ത് നിന്നും ചിലപ്പോൾ പുറത്തു വെച്ചൊരു വിമർശനം നടത്താം. പക്ഷെ അതിൻ്റെ പേരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്ന് മാറിയിട്ട് വേറൊരു പാർട്ടി പോകുന്നത് അചിന്ത്യമായ കാര്യമാണ്. BJPയിലേക്ക് പോകുന്നു, അതൊരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത കാര്യമാണത്. അതിപ്പോൾ ഉണ്ടാകുന്നത് CPM മാത്രമല്ല, CPIയിലെ നേതാക്കന്മാർ, നമ്മൾ MLAമാരാക്കിയ ആൾക്കാർ ജനങ്ങളെ പരിചയപ്പെടുത്തി, ജനബന്ധം ഉണ്ടാക്കിയെടുത്ത്, നേതാവാക്കി വളർത്തിയെടുത്ത്, നാട്ടിലെ പരിചയപ്പെടുത്തി MLA ആക്കിയവരടക്കം രാമനാഥൻ BJP ആകുന്നു. അത് CPM പ്രശ്നമല്ല, അത് CPIക്കും ബാധകമാണ്. ആ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ. അടിസ്ഥാന കാരണം എന്താ? ഒന്ന്, പാർട്ടി വിദ്യാഭ്യാസം പൊതുവിൽ കുറഞ്ഞിരിക്കുന്നു എന്ന് പൊതുവെ പറയാം. പക്ഷേ അത് പൊതുവെ പറഞ്ഞാൽ പോരാ. എന്താ പാർട്ടി വിദ്യാഭ്യാസം? വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൻ്റെ പ്രമാണങ്ങൾ പഠിപ്പിക്കൽ മാത്രമല്ല, അല്ലെങ്കിൽ ചരിത്രപരമായ ഭൗതികവാദത്തെ പറ്റി പഠിപ്പിക്കൽ മാത്രമല്ല, പാർട്ടി സംഘടനയെ പറ്റി പഠിപ്പിക്കൽ മാത്രമല്ല. പാർട്ടി വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പുതിയ കാലത്തെ പഠിപ്പിക്കൽ കൂടിയാണ്. പുതിയ കാലത്തെ കമ്മ്യൂണിസ്റ്റിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് ബോധ്യപ്പെടുത്തലാണ്. അവൻ്റെ കടമകളെപ്പറ്റി, കർത്തവ്യങ്ങളെപ്പറ്റി അവനെ ബോധ്യപ്പെടുത്തലാണ്. ഇതെല്ലാമാണ് പാർട്ടി വിദ്യാഭ്യാസം. അതിനകത്തെല്ലാം അടങ്ങുന്ന വേറൊരു കാര്യമുണ്ട്, അതൊട്ട് ആത്മനിഷ്ഠമല്ല, കമ്മ്യൂണിസ്റ്റ് മൂല്യബോധം. അതൊട്ട് പ്രധാനമാണ്. ചിലതിനെ പഴയതുപോലെ കാണാൻ തയ്യാറാകുന്നില്ല. ചിലപ്പോൾ ചിലർക്ക് ആ വാക്ക് പുച്ഛമാണിപ്പോൾ. ചിലർ ചിരിക്കും, എന്ത് കമ്മ്യൂണിസ്റ്റ് മൂല്യബോധം, അപ്പോഴപ്പോഴത്തെ കാര്യം കാണണം, അപ്പോഴപ്പോഴത്തെ വർത്തമാനം പറയണം, എന്താണോ നല്ലത് നേടാൻ തൽക്കാല കാര്യത്തിന് വേണ്ടി നല്ലത് അങ്ങ് ചെയ്യുക. പിന്നെ ഫേസ്ബുക്കിൽ 10 പോസ്റ്റും ചെയ്യുക, ചേർത്ത് പഠിച്ചോ നല്ലത് പറഞ്ഞോ 10 പോസ്റ്റും ചെയ്യുക. അപ്പോൾ എന്ത് മൂല്യബോധം? അതൊരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവിതത്തിൻ്റെ പ്രാണവായു പോലെ ഒരു പ്രിയങ്കരമായി കരുതേണ്ടുന്ന മൂല്യങ്ങളെപ്പറ്റിയുള്ള ചിന്ത വല്ലാണ്ട് ഇടിഞ്ഞു പോയിരിക്കുന്നു. അതാണ് ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു കാര്യം. ഈ പുതിയ സാഹചര്യത്തിൽ അത് സംഭവിക്കും. നമ്മൾ ജീവിക്കുന്നത് ഒരു പ്രത്യേക ആശയ ലോകത്താണല്ലോ. ഈ സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റുകാരനെ ബാധിക്കുന്ന ഒരുപാട് ദുഷിപ്പുകളുണ്ട്. ആ ദുഷിപ്പുകൾക്കെല്ലാം വളരാനും തഴച്ചു വളരാനും ശക്തിപ്പെടാനും ഒക്കെ അവസരമുണ്ടാക്കുന്ന കാലമാണ് ഈ കാലം. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെപ്പറ്റി വർത്തമാനം മാത്രം പറഞ്ഞാൽ പോരാ. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള സമരം വേണം, പാർട്ടിക്കകത്ത് വേണം. ആ സമരങ്ങളെ ഗൗരവപ്പെട്ട പാർട്ടി കർത്തവ്യമായിട്ട് പാർട്ടി ഏറ്റെടുക്കണം. അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മൂല്യബോധം എന്നൊക്കെ പറഞ്ഞാൽ ചിരിക്കുന്നവരുടെ എണ്ണം കൂടി വരും. അത്തരക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ദുർബലപ്പെടുത്താൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്, അറിഞ്ഞോ അറിയാതെയോ. അത്തരക്കാരുണ്ട്, എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലും ഉണ്ട്. അവരുടെ ചിന്താഗതികളുടെ ആപത്ത് വളരെ വലുതാണ്. അതേപ്പറ്റി അവർ അറിയുന്നു പോലുമില്ല.
ബോധപൂർവ്വം ഞാൻ പറയുന്നില്ല, അറിയുന്നില്ല അവർ. അപ്പോൾ എന്താണ് പാർട്ടി, എന്താണ് പാർട്ടി പറയുന്ന ആശയങ്ങൾ, എന്താണ് ഈ മൂല്യബോധം, ആ മൂല്യബോധമാണ് ആ പൈസ അല്ല, എന്തുകൊണ്ടല്ല, ഇതൊക്കെ അവരെ പഠിപ്പിക്കാനുള്ളൊരു മാർഗം നോക്കിയില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഏതെങ്ങനെയോ ഇതും ഒരു പാർട്ടി, ഈ പാർട്ടിക്കകത്ത് വരിക, കയറി പോവുക, അതിന് കിട്ടിയാൽ സമ്പാദിക്കുക, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളോ പദവികളോ അല്ലെങ്കിൽ 10 പോസ്റ്റ് ഇടുക, അതോടെ തീർന്നു എൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം ചിന്തിക്കുന്ന കുറച്ചേറെ പേരുണ്ടായി വരും. അതെല്ലാം ശരിയെന്ന് ചിന്തിക്കുന്ന കുറച്ച് പേര് പുറത്തും ഉണ്ടാകും. അങ്ങനെ ഒരു പാർട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ പാർട്ടി പ്രതിബന്ധങ്ങളെ കണ്ടാൽ പേടിച്ചു പോകും. അത്തരം പാർട്ടി എതിർപ്പുകളെ കണ്ടാൽ ചൂളിപ്പോകും. അത്തരം പാർട്ടി അനുകൂലം അല്ലാത്ത അവസ്ഥ വന്നാൽ പിന്തിരിഞ്ഞു ഓടും. വരുന്ന കാലത്ത് അത്തരം പാർട്ടിയല്ല വേണ്ടത്. എതിർപ്പുകളെ നേരിടാനുള്ള ചങ്കൂറ്റമുള്ള പാർട്ടിയാകണം. നമ്മുടെ കർത്തവ്യങ്ങളെപ്പറ്റി ബോധ്യമുള്ള പാർട്ടിയാകണം. ആ പാർട്ടിക്ക് തങ്ങളെക്കാളെല്ലാം വലുത് ജനങ്ങളാണ് എന്ന തിരിച്ചറിവുണ്ടാകണം. അങ്ങനെ പോകുന്ന പാർട്ടി ഉണ്ടാകണമെങ്കിൽ ഈ പറയുന്ന മൂല്യബോധത്തെപ്പറ്റി പഠിപ്പിക്കുന്ന, അതും പഠിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതി പാർട്ടിക്ക് വേണം. അതിനെപ്പറ്റി പാർട്ടി ഗൗരവമായി ചിന്തിക്കും. അല്ല, ഈ പാർട്ടി വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. എൻ്റെ ഓർമ്മ വെച്ച് പറയുകയാണെങ്കിൽ 1970-കളിലും അല്ലെങ്കിൽ 80-കളിലും ഇവൻ അതിനും വളരെ മുമ്പ് 60-കളിലൊക്കെ പാർട്ടിയിലോട്ട് ചേരുന്ന ആദ്യത്തെ ഒരു കേഡറിന് ആദ്യം കൊടുക്കുന്ന ഒരു കാര്യമായിരുന്നു പാർട്ടി വിദ്യാഭ്യാസം എന്നാണ് എൻ്റെ ഓർമ്മ. പാർട്ടി സ്കൂളുണ്ട്, പാർട്ടി ക്ലാസ്സുകളുണ്ട്, അവർക്ക് കമ്മ്യൂണിസം എന്താണെന്ന് പഠിപ്പിക്കാനുള്ള അല്ലെങ്കിൽ അതിൻ്റേതായ ഈ പറഞ്ഞ മൂല്യബോധം ഉൾപ്പെടെയുള്ള അതിൻ്റെ തത്വങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരുപാട് ഫോറങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇല്ലാതായി എന്നുള്ളതാണ്. ഇപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഏത് പാർട്ടിയിലും ചേരാം എന്നുള്ള രീതിയിലേക്ക് ഒരാളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം ഇത്തരം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് സ്വയം, അങ്ങനെ ഒരു ബോധമില്ലായ്മയാണെന്ന് എനിക്ക് തോന്നുന്നു. പാടയില്ലാതെ എന്ന് പറയാൻ പാടില്ല. അല്ല, എന്നാലും ഒരു പരിധി വരെ നമുക്കെല്ലാവരും ഇപ്പം പഴയ നമ്മളൊന്നും ഉണ്ടാക്കിയവരൊന്നും അല്ല. പക്ഷെ നമ്മുടെ കാലത്ത് പോലും ഓർത്താൽ നമുക്ക് ആവേശം ഉണ്ടാക്കുന്ന കുറച്ച് ചിന്തകളുണ്ട്, ഓർമ്മകളുണ്ട്. അതാണ് നമ്മുടെ ഈ നിലനിർത്തം. അങ്ങനെ ഉണ്ടാകുന്നതാണ് നിലനിർത്തുന്നത്. പക്ഷെ കാലം മാറിയത് നമ്മൾ അറിയാതെ പോകേണ്ടതില്ല. അന്ന് പാർട്ടി നമ്മളെയൊക്കെ പഠിക്കാൻ അയക്കുമ്പോഴത്തേക്കും 40 ഡേ സ്കൂൾ ഞാൻ പോയിട്ടുണ്ട്. 40 ദിവസം ഹൈദരാബാദ്, ഡൽഹിയിലൊക്കെ പാർട്ടി പോകാൻ പറയുമ്പോൾ നമുക്കൊരു അഭിമാനബോധമാണ്. നമ്മൾ ആവേശപൂർവ്വം പോകും. അപ്പോൾ നമ്മൾ പോകും, 5 ദിവസത്തിന് കൊണ്ട് പോകും, ഒരാഴ്ചയ്ക്ക് പോകും. പോയാൽ തന്നെ നമുക്ക് താല്പര്യം ഒരു 3 ദിവസം അവിടെയൊക്കെ ചുറ്റിയടിക്കാനാണ്. ക്ലാസ്സിൽ നമുക്ക് അത്ര ഇരിക്കാൻ ക്ഷമയില്ല. പണ്ട് ചില ആൾക്കാർ 1-2 കൊല്ലം പഠിക്കാൻ പോയിട്ടുണ്ട്, പുറത്തൊക്കെ ആണെങ്കിലും പഠിക്കാൻ പോയിട്ട് മാത്രം വീടും നാടും ഒക്കെ വിട്ട് പോയിട്ടുള്ളവരുണ്ട്. 1 കൊല്ലം 2 കൊല്ലമൊക്കെ ജീവിച്ചവിടെ പഠിച്ചവരുണ്ട്. അവിടെ ഫുൾ ടൈം ജീവിച്ച് പഠിച്ചവരുണ്ട്. രാഷ്ട്രീയ വിദ്യാഭ്യാസം മാത്രമേ ഉണ്ട്. ആ ഓർമ്മയുള്ള പാർട്ടിയാണ് ഈ പാർട്ടി. നമ്മുടെ ഓർമ്മകളിൽ നമ്മൾ ഇവിടെയൊക്കെ അത് കണ്ടിട്ടുണ്ട്, നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. 40 ദിവസം 40 ഡേ സ്കൂളൊക്കെ സാധാരണമായിരുന്നു. ഇപ്പോൾ ഒരു 5 ദിവസം സ്കൂളിലേക്ക് വരാൻ പറഞ്ഞാൽ 5 ദിവസം വേണോ, 2 ദിവസം പോരെ. എന്താണ് പഠിക്കാനുള്ളത്? ചുരുക്കി ഹാഫ് ഡേ ആക്കി ചുരുക്കിയാലെന്ന് ചുരുക്കുന്നൊരു കാലം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നിർബന്ധപൂർവ്വം പാർട്ടി വിദ്യാഭ്യാസം പാർട്ടി ലൈഫിൻ്റെ ഒഴിവാക്കാനാകാത്തൊരു ഭാഗമായിട്ട് ചില പഠിച്ചേപ്പിക്കേണ്ടി വരും തുടക്കത്തിലെങ്കിലും. പക്ഷെ അങ്ങനെ ഒരു പരിപാടി ഉണ്ടോ? അത് വേണ്ടി വരും. അല്ലാതെ എത്രയും വേഗം നടന്ന് കാണണം ഒരാഗ്രഹമുണ്ട്. പക്ഷേ അതിനുവേണ്ടി നീങ്ങുമ്പോഴെല്ലാം പ്രശ്നം ഏതാണ്, 5 ദിവസത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഉടനെ ചോദ്യം വരും. അത് നമുക്ക് അത് കഴിഞ്ഞിട്ടാകാം. അപ്പോൾ ഇതൊരു കാര്യം അപ്പുറത്ത് കാണും, 2 മാസത്തിനപ്പുറം കാണും. ഇലക്ഷനായിരിക്കാം, സമ്മേളനമായിരിക്കാം, പാർട്ടി ഫണ്ടായിരിക്കാം, സമ്മേളനത്തിൻ്റെ വേറൊരു കാര്യമായിരിക്കാം, എന്തായിരിക്കാം, പാർട്ടി കാര്യം തന്നെയായിരിക്കും. അത് 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അത് വരുന്നതുകൊണ്ട് 5 ദിവസത്തെ ക്ലാസ്സിൽ ഒഴിവാക്കിയിട്ട് എങ്ങനെ വഴിമാറിപ്പോകാം ഈ ചിന്ത വരുന്നുണ്ട്. കാണാതിരിക്കേണ്ടതില്ല. അവരെല്ലാം നിങ്ങളത്തെ പറയുകയും ചെയ്യും, വിദ്യാഭ്യാസം വേണം എന്ന് വാദിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഈ തോൽവിയെ കുറിച്ച് എൻ്റെ ഒരു വിലയിരുത്തൽ, തീർച്ചയായിട്ടും ഇത്തരം തോൽവികൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് ചിലപ്പോഴല്ല തീർച്ചയായിട്ടും തിരിച്ചു വരാൻ പറ്റുമെന്ന് തന്നെയാണ്. പക്ഷേ അതിനേക്കാളും വലിയ ആപത്തായിട്ട് എനിക്ക് തോന്നിയത്, LDFൻ്റെ തോൽവിയേക്കാളും വലിയ ആപത്തായിട്ട് തോന്നിയത് 3 BJPക്കാർ വിജയിച്ചതാണ് അസംബ്ലിയിലേക്ക്. അതിനെ ഒരു ചെറിയ കാര്യമായിട്ട് കാണാൻ പറ്റില്ല. ഇപ്പോൾ വെസ്റ്റ് ബംഗാൾ നമുക്ക് അറിയാം, 25 വർഷം മുമ്പ് പശ്ചിമ ബംഗാൾ നിയമസഭയിൽ BJPയുടെ സാന്നിധ്യം നാമമാത്രമായിരുന്നു. ഇന്നിപ്പോൾ ആ സംസ്ഥാനം അവർ പിടിച്ചെടുത്തു. ഇതിനെ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത്? ഈ വിപത്തിനെ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത്? അതൊരു പ്രശ്നം തന്നെയാണ്. BJP കേവലം മറ്റൊരു പാർട്ടിയല്ല. അത് കമ്മ്യൂണിസ്റ്റുകാരുടെ മുമ്പിലെ ശത്രു എന്ന് വിളിക്കാൻ, ഐഡിയോളജിക്കൽ എനിമി എന്ന് വിളിക്കാൻ ഒരു പാർട്ടി കൊടുക്കുന്നത് BJP തന്നെയാണ്. ഫാസിസമാണ് അതിൻ്റെ മുഖമുദ്ര, അടിത്തറ. ഫാസിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകാരും 2 ധ്രുവങ്ങളിലാണ്, എല്ലാത്തിലും 2 ധ്രുവങ്ങളിലാണ്. അതുകൊണ്ട് ആ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ ഇന്ത്യയിലെ പേരാണ് BJP എന്ന്.
RSS എന്ന്. അതുപോലൊരു പാർട്ടി ശക്തിപ്പെടാൻ വന്നാൽ അത് വെറൊരു പാർട്ടിയല്ല, അതിനറിയാം എങ്ങനെ വളരണമെന്നറിയാം, എന്തൊക്കെ അതിന് വേണ്ടി ചെയ്യണമെന്നറിയാം. അവർക്ക് കണക്കറ്റ സമ്പത്തുണ്ട്, അതിൻ്റെ പുറകിൽ വലിയൊരു കോർപ്പറേറ്റ് താല്പര്യങ്ങളെല്ലാം ഉണ്ട്, വളരെ ഹിംസാത്മകമായിട്ടുള്ള ആശയം അതിൻ്റെ കൂടെ തന്നെയുണ്ട്. അതെല്ലാം ചെറുപ്പോഴത്തേക്ക് ആപത്ത് വളരെ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് BJP എന്ന് പറയുന്ന വിപത്ത് കേരളത്തിൽ പിടിമുറുക്കുകയാണ്. നിസ്സാരമായിട്ട് അവഗണിക്കാൻ പറ്റില്ല. ആദ്യം 1 ഉണ്ടായി, നമ്മൾ അക്കൗണ്ട് പൂട്ടിച്ചു, അപ്പോൾ അത് 3 ആയി. മാത്രമല്ല ഇതിനകത്ത് ഒരു സീറ്റ് രവീന്ദ്രൻ സാറും ചിത്തരഞ്ജൻ ഉള്ള പിന്നെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ദീർഘകാലം പ്രതിനിധാനം ചെയ്ത ചാത്തന്നൂർ സീറ്റാണ്. അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കോട്ട എന്ന് പറയാവുന്നൊരു സീറ്റായിരുന്നു. അതൊക്കെ എങ്ങനെയാണ് BJPയുടെ കയ്യിലകം എത്തിപ്പെട്ടതെന്നുള്ളതാണ്. അത് CPIയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമാണ്, വലിയ പാഠം തന്നെയാണ്. CPIക്ക് മാത്രമല്ല, ഇപ്പോൾ കഴക്കൂട്ടം പാരമ്പര്യം കുറഞ്ഞ മണ്ണാണോ? അതെ അതെ. ആ വേറെ തരത്തിലുള്ള സമരബോധങ്ങൾ മണ്ണല്ലേ, നേമത്തെ മണ്ണ്. അതെ. അവിടെ എല്ലാം BJPയുടെ MLA-മാരുണ്ടാകുന്നു. അത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് അതിൻ്റെ ആപത്തിനെപ്പറ്റി നല്ലവണ്ണം ചിന്തിക്കണം. ഇടതുപക്ഷത്തിൻ്റെ തിരിച്ചുവരവിൻ്റെ പ്രാധാന്യം പറയുമ്പോൾ അതും പ്രാധാന്യം അറിയുന്നത് തന്നെയാണ്. അതുകൊണ്ട് നിശ്ചിതമായ സ്വയംവിമർശനം വേണം, നിശ്ചിതമായ തിരുത്തൽ കൂടിയേ തീരൂ. ആ തിരുത്തലിൽ നമ്മൾ ഒരു കലവറയും വയ്ക്കാൻ പാടില്ല.